ഇറാനെ പിടിച്ചു കുലുക്കിയ ജനകീയ പ്രക്ഷോഭം തുടരുന്നതിനിടെ ആക്രമണ ഭീഷണി ആവർത്തിച്ചിരിക്കുകയാണ് അമേരിക്ക. സൈനിക നടപടിയും നയതന്ത്ര നീക്കങ്ങളും പരിഗണനയിലെന്ന് US നേതൃത്വം അറിയിച്ചു. യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ അടിച്ചേൽപ്പിച്ചാൽ ഏതറ്റം വരെയും തിരിച്ചടിക്കുമെന്ന് ഇറാനും വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യവ്യാപകമായി നടക്കുന്ന പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ അമേരിക്കയും പുറം ശക്തികളുമാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി പറഞ്ഞു. ഇറാൻ യുദ്ധത്തിനും ചർച്ചകൾക്കും തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. സമാധാനപരമായ പ്രതിഷേധങ്ങളെ രക്തരൂക്ഷിതമാക്കി മാറ്റിയതിനു പിന്നിൽ ഈ ശക്തികളാണെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. ഇറാൻ ഭരണകൂടത്തിനെതിരെ ശക്തമായ സൈനിക നടപടി പരിഗണനയിലാണെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ഇറാൻ ചർച്ചകൾക്ക് ആവശ്യപ്പെട്ടെങ്കിലും ചില നടപടികൾ വേണ്ടിവരുമെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി. ഇതിനിടെ സൈനിക നടപടി സംബന്ധിച്ച് താൻ ഭീഷണി മുഴക്കിയതിനു ശേഷം ഇറാനിയൻ നേതൃത്വം ചർച്ചകൾക്ക് വിളിച്ചതായും ഒരു കൂടിക്കാഴ്ച സജ്ജീകരിക്കുന്നുവെന്നുമാണ് ട്രംപ് പ്രതികരിച്ചത്. എന്നാൽ കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് തങ്ങൾ പ്രവർത്തിക്കേണ്ടി വന്നേക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഇറാനിലെ പ്രതിഷേധം വിദേശ ഇടപെടൽ ക്ഷണിച്ചു വരുത്തുന്നതിനായി മനഃപൂർവ്വം സൃഷ്ടിച്ചതാണെന്നാണ് അബ്ബാസ് അറാഗ്ചി കുറ്റപ്പെടുത്തിയത്. പ്രതിഷേധക്കാർക്ക് ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതിന്റെ ചിത്രങ്ങൾ കൈവശമുണ്ടെന്നും ഉടൻ തന്നെ കസ്റ്റഡിയിലുള്ളവരുടെ കുറ്റസമ്മതങ്ങൾ പുറത്തുവിടുമെന്നും അദ്ദേഹം പറഞ്ഞു. വിദേശ ഘടകങ്ങളാണ് പ്രക്ഷോഭങ്ങളെ തീ പിടിപ്പിക്കുന്നതും ഇന്ധനം നൽകുകയും ചെയ്തത്. ഇതിന് ഉത്തരവാദികളായവരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വേട്ടയാടുക തന്നെ ചെയ്യുമെന്നും അറാഗ്ചി മുന്നറിയിപ്പ് നൽകി. യുഎസിന്റെ ഏതെങ്കിലും സൈനിക ഇടപെടൽ ഉണ്ടായാൽ മിഡിൽ ഈസ്റ്റിലെ US സൈനിക താവളങ്ങൾ, കപ്പലുകൾ, ഉദ്യോഗസ്ഥർ എന്നിവരെ ലക്ഷ്യമിടുമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രക്ഷോഭങ്ങൾക്ക് നേരെയുള്ള അതിക്രമം ഒഴിവാക്കണമെന്ന് വിവിധ യൂറോപ്യൻ രാജ്യങ്ങൾ ഇറാന് താക്കീത് നൽകിയിട്ടുണ്ട്. സംഘർഷ സാഹചര്യം മുൻനിർത്തി ടെഹ്റാൻ ഫ്രഞ്ച് എംബസിയിൽ നിന്നുള്ള ഭൂരിഭാഗം പ്രതിനിധികളും ഇറാൻ വിട്ടതായും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. പ്രക്ഷോഭം രൂക്ഷമായി തുടരവേ ഒമാന്റെ മധ്യസ്ഥതയിൽ ഇറാൻ US ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് കളമൊരുങ്ങുന്നതായും റിപ്പോർട്ടുണ്ട്. ടെഹ്റാനിൽ ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ ബിൻ ഹമദ് അൽ ബുസൈദി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയുമായി കൂടിക്കാഴ്ച നടത്തി. ആക്രമിക്കുമെന്ന തന്റെ ഭീഷണിയെ തുടർന്ന് ഇറാൻ ചർച്ചയ്ക്ക് മുന്നോട്ട് വന്നുവെന്നാണ് US പ്രസിഡന്റ് അവകാശപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. ചർച്ചയ്ക്കുള്ള ഒരുക്കം വൈറ്റ് ഹൌസ് ആരംഭിച്ചെന്നും പറയുന്നുണ്ട്. എന്നാൽ ഇക്കാര്യം ഇറാൻ ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. ഇറാന്റെ ആണവ പദ്ധതിക്കും ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിക്കും കടുത്ത നിയന്ത്രണങ്ങളാണ് US മുന്നോട്ട് വെക്കുന്നത്. ഇതിന് ഇറാൻ വഴങ്ങാൻ സാധ്യതയില്ലാത്തതിനാൽ ഒത്തുതീർപ്പ് എങ്ങനെ സാധ്യമാകുമെന്നും വ്യക്തമല്ല. അതിനിടെ ഇറാനിലെ 31 പ്രവിശ്യകളിലേക്കും പടർന്ന ജനകീയ പ്രക്ഷോഭത്തിന് ബദലായി സർക്കാർ അനുകൂല പ്രകടനങ്ങളും ഇന്നലെ വിവിധ നഗരങ്ങളിൽ നടന്നു. ആയിരങ്ങൾ പങ്കെടുത്ത റാലികളിൽ അമേരിക്ക തുലയട്ടെ എന്ന മുദ്രാവാക്യവും ഉയർന്നു. ഡിസംബർ 28 ആരംഭിച്ച പ്രക്ഷോഭത്തിൽ ഇതുവരെ 48 പോലീസുകാരടക്കം 546 പേർ കൊല്ലപ്പെട്ടെന്നും 16,000 പേർ അറസ്റ്റിലായെന്നുമാണ് US ആസ്ഥാനമായ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തത്. സർക്കാർ കണക്ക് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. ഇന്റർനെറ്റ്, ഫോൺ വിലക്ക് തുടരുന്നതിനാൽ രാജ്യാന്തര മാധ്യമങ്ങൾക്കും വിവരങ്ങൾ ലഭ്യമല്ല. ഇറാനിൽ ഭരണമാറ്റം വേണമെന്നും എന്നാൽ US ഇടപെടരുത് എന്നും റാലിയിൽ മുദ്രാവാക്യമുയർന്നു. അതേസമയം ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി എന്നീ രാജ്യങ്ങളുടെ അംബാസഡർമാരെ വിളിച്ചുവരുത്തി പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ് ഇറാൻ. പ്രക്ഷോഭകരെ പിന്തുണച്ചതിനാണ് നടപടി. പ്രക്ഷോഭകർ പള്ളികളടക്കം കത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇറാൻ കൈമാറിയിട്ടുണ്ട്. പ്രക്ഷോഭകർ സമാധാനപരമായല്ല പ്രവർത്തിക്കുന്നതെന്നും വിദേശ മാധ്യമങ്ങൾ നുണ പ്രചരിപ്പിക്കുകയാണെന്നുമാണ് ഇറാൻ ആരോപിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.